അങ്ങനെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അങ്ങനെ ആവേശച്ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം എന്ന് പറയുമ്പോൾ തികച്ചൊരു മാസം ആണ് ഉള്ളത്. LDFന്റെ ആദ്യഘട്ട പ്രചാരണം സജീവമായി തുടരുകയാണ്. മുഴുവൻ വീടുകളിലും ഒപ്പം തന്നെ കടകമ്പോളങ്ങളിലുമൊക്കെ കയറി ഇറങ്ങുകയാണ് സ്ഥാനാർത്ഥികൾ. അങ്ങനെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആദ്യഘട്ട പ്രചാരണം തുടങ്ങിയിട്ടും UDFന്റെയും ഒപ്പം തന്നെ NDAയുടെയും സ്ഥാനാർത്ഥി പട്ടിക പോലും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഘടകം. UDF നേതാക്കൾക്കിടയിലുള്ള തർക്കങ്ങളും ഒപ്പം BJP പ്രവർത്തകരുടെ ആത്മഹത്യകളുമൊക്കെയാണ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ശരി, മാനസ ചേരുന്നുണ്ട് പൊതുവിലെ വിവരങ്ങൾ നമുക്ക് നൽകുന്നതിനായി. മാനസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭദ്ര. മാനസ, ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ എവിടെ വരെ എത്തി? പ്രത്യേകിച്ചും മാനസ തിരുവനന്തപുരത്താണുള്ളത്. നമുക്കറിയാം, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് LDF വലിയ രീതിയിലുള്ള പ്രചാരണ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യഘട്ട പ്രചാരണം അതങ്ങനെ വിജയത്തിലേക്ക് കടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ UDFും NDAയും ഒക്കെ ഇത്തരത്തിൽ തമ്മിൽ തല്ല് രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് NDAയെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മഹത്യകളും ആത്മഹത്യാ ശ്രമങ്ങളുമൊക്കെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ഭദ്ര. ഈ LDFന്റെ പ്രചാരണം സജീവമായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. കാരണം ഈ രണ്ട് മുന്നണികളിൽ ഇപ്പോഴും തർക്കവും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിസന്ധികളൊക്കെയും തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇടതുപക്ഷ മുന്നണി ആദ്യഘട്ടം മുതൽ തന്നെ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ പ്രചരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെ കൃത്യമായ നീക്കത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെ പ്രചരണം നടത്തണം, അതോടൊപ്പം തന്നെ ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു ധാരണയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സജീവമായി LDFന്റെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെയും തന്നെ മുന്നോട്ട് പോകുന്നു. ഒപ്പം എടുത്തു പറയാനുള്ളത് സ്ഥാനാർത്ഥികളെ കുറിച്ചാണ്. സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ എല്ലാ ആളുകളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കടകമ്പോളങ്ങൾ കയറി വീടുകളിലൊക്കെയും തന്നെ കയറി വോട്ട് ഉറപ്പിച്ചാണ് മടങ്ങുന്നത്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റവും കൂടുതലായി മുന്നോട്ട് വെക്കാനുള്ളതും ഈ 10 വർഷത്തെ പ്രവർത്തന വികസനം തന്നെയാണ്. 10 വർഷം എത്രത്തോളം വികസനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഓരോ വാർഡിലെയും ജനതയ്ക്ക് അറിയാൻ പറ്റുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനമാണ് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മാറി ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. LDF സർക്കാർ, അതായത് ഒന്നാം പിണറായി സർക്കാരും അതോടൊപ്പം തന്നെ രണ്ടാം പിണറായി സർക്കാരും ഈ തുടർ പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ എങ്ങനെയാണ് ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെയും തന്നെ കാര്യക്ഷമമാക്കേണ്ടത്, ഏതൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത്, അത് എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ വിലയിരുത്തലോടുകൂടിയാണ് നടപ്പാക്കി വന്നിട്ടുള്ളത്. അത് തന്നെ തുടരുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തും മിക്കയിടങ്ങളിലും അതോടൊപ്പം തന്നെ എല്ലാ ഇടങ്ങളിലും നല്ല രീതിയിലുള്ള മത്സരം ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ നഗരസഭ കേന്ദ്രീകരിച്ചാണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും അതോടൊപ്പം തന്നെ എല്ലാ ഇടങ്ങളിലും എല്ലാ സ്ഥാനാർത്ഥികളും നേരിട്ടെത്തി ആളുകളെ കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വിലയിരുത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം വോട്ട് ഉറപ്പിച്ച് തന്നെയാണ് മടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണയും, അതായത് 3ാം ടേമിലേക്കാണ് LDF പോകുന്നത് എന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്ന് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതും. ഏത് ഭാഗത്ത് പോയാലും ജനങ്ങൾക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളോട് പറയാനുണ്ടാവുക ഇത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം നമ്മൾക്ക് ഇനിയും വേണം, അതുകൊണ്ട് തുടരണം എന്ന് തന്നെയായിരിക്കും. അതേ രീതിയിലുള്ള മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെ നമ്മൾ തന്നെ തിരുവനന്തപുരത്ത് കണ്ട സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ അത് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ സാധ്യതയ്ക്ക് തൊട്ടരികിൽ തന്നെയാണ് LDF ഉള്ളത് എന്നത് ആദ്യഘട്ട പ്രചരണത്തിൽ തന്നെ തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി രണ്ടാം ഘട്ട പ്രചരണങ്ങളൊക്കെയും തന്നെ ആരംഭിക്കാനുണ്ട്. ആദ്യഘട്ട പ്രചരണം എന്തായാലും
എന്തായാലും സജീവമായി LDF തുടരുന്നു എന്നതാണ് പറയാനുള്ളത്. അതേസമയം നമുക്ക് മറ്റ് മുന്നണികളിലേക്ക് നോക്കുകയാണെങ്കിൽ UDF-ന്റെയും NDF-ന്റെയും മുന്നണിയിൽ ഇപ്പോഴും തർക്കങ്ങളും അതോടൊപ്പം തന്നെ പ്രതിസന്ധിയും രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. UDF-നെ സംബന്ധിച്ച് നമുക്ക് അതൊരു സ്ഥിര കാഴ്ച തന്നെയാണ്. കാരണം ഇത്തവണ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക അവർ പ്രഖ്യാപിച്ചു. പക്ഷേ തർക്കങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഇത്തവണയും തുടർന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പ്രഖ്യാപിച്ചിട്ടും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനിറങ്ങുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി, അതായത് നേതാക്കൾക്കിടയിൽ തന്നെ പ്രവർത്തകർക്കിടയിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങളും തർക്കങ്ങളും തന്നെ പരിഗണിച്ചില്ല, തന്നെ ഒഴിവാക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ കാണിച്ച് അതോടൊപ്പം തന്നെ ബാക്കി BJP അതോടൊപ്പം തന്നെ കോൺഗ്രസ് കൂട്ടുകെട്ട് ചില വാർഡുകളിൽ അവർ നടപ്പാക്കി വരുന്ന ഒരു കാഴ്ച, നേമം ഷജീർ എന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിലൊക്കെയും തന്നെ പാർട്ടിക്കുള്ളിലുള്ള വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഭിന്നാഭിപ്രായങ്ങളും കൊഴിഞ്ഞുപോക്കും ഇതിനോടകം തന്നെ വാർത്തയായതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ അവർക്ക് പ്രചാരണം ആരംഭിക്കാനും പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം കൃത്യമായി മുന്നോട്ട് വെക്കാൻ അവർക്കൊരു മാർഗങ്ങളില്ല അല്ലെങ്കിൽ മാനദണ്ഡങ്ങളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു പോരായ്മ അവരുടെ ആദ്യഘട്ട പ്രചാരണത്തിലും കാണുന്നു. അതിനിടയിൽ മുട്ടട വാർഡ് സ്ഥാനാർത്ഥിയുടെ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തർക്കങ്ങൾ വരുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് അവിടെ മത്സരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെയുമുണ്ട്. ഇതൊക്കെയും തന്നെ UDF-നെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അതേസമയം BJP-യിലേക്ക് അല്ലെങ്കിൽ NDA-യിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് പ്രവർത്തകരെ പരിഗണിച്ചില്ല അല്ലെങ്കിൽ അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞ ഈ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത. 2 മാസത്തിനിടെ 2 പേരാണ്, അതായത് ഒരാൾ വാർഡ് കൗൺസിലറായിരുന്നു, മറ്റേയാൾ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച സീറ്റ് നിഷേധിച്ച വ്യക്തിയാണ്. ആനന്ദ് K. തമ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. RSSൻ്റെ പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഏറ്റവും ഒടുവിൽ, അതായത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായത്. ഇത് വല്ലാത്ത പ്രതിസന്ധി BJP-യെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതെങ്ങനെ മറികടക്കണം എന്ന നീക്കത്തിലേക്കാണ് BJP കടക്കുന്നത്. പക്ഷേ അതിൽ ഒരു കൃത്യമായ മറുപടി നേതൃത്വം പറയാത്ത ഇടത്തോളം കാലം ജനങ്ങളിൽ BJP-ക്ക് ഒരു വിശ്വാസ്യത ഇല്ലാത്ത ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം സ്ഥാനാർത്ഥികളെയൊക്കെയും തന്നെ അഴിമതിക്കാരോ അല്ലെങ്കിൽ വായ്പാ തട്ടിപ്പുകാരോ അതുമല്ലെങ്കിൽ പ്രതികളെയൊക്കെയും തന്നെയാണ് BJP-ക്കാർ സ്ഥാനാർത്ഥികളാക്കുന്നത്. ഇതൊക്കെയും തന്നെ ജനങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്ക് നല്ല ഒരു ജനപ്രതിനിധിയാണ് വേണ്ടത്. ഒരു പ്രതിയെയോ അതോ അഴിമതി നടത്തുന്ന ജനപ്രതിനിധിയോ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്ന ജനപ്രതിനിധിയോ അല്ല.